പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് റമദാൻ വിഭവമായ ഉന്നക്കയെക്കുറിച്ചാണ് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉന്നക്ക ഉണ്ടാക്കുന്ന രീതി നമുക്കൊന്ന് കണ്ടുനോക്കാം. പക്ഷേ ഉന്നക്കയുടെ രീതി ഒന്ന് ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. നല്ല ഏത്തപ്പഴം പുഴുങ്ങി പൊളിച്ചിട്ട് അതിൻ്റെ കുടൽ കളഞ്ഞിട്ട് കീമ മെഷീനിൽ അരച്ചെടുക്കണം. കീമ മെഷീനിൽ അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കീമ എന്തൊക്കെയാണ് വരുന്നത്? കീമല്ല, അതിൻ്റെ കീമ മെഷീനിൽ പഴം മാത്രമേ ഉള്ളൂ. കീമ മെഷീനിൽ പഴം അരച്ചെടുത്ത് പിന്നെ തേങ്ങ, ഏലക്കാപ്പൊടി, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് ഇത്രയും സാധനം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉന്നക്കാടകത്ത് ഫില്ല് ചെയ്യുന്നത്. ഫില്ല് ചെയ്ത ഉന്നക്കയാണ് ഇത്. ഇനി ഫില്ല് ചെയ്തത് ഇപ്പം ഓൾറെഡി നമ്മൾ ഉന്നക്ക ഫില്ല് ചെയ്ത് വെച്ച് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഉന്നക്കയുടെ ഉള്ളിൽ വരുന്നത് പഞ്ചസാര, നെയ്യ്, തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കാപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഈ പുന്നൻ സാധനത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഇത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം ഒരു 450-500 ഉന്നക്ക ഒരു ദിവസം നമ്മുടെ കടയിൽ ഏകദേശം ഒരു 450 മുതൽ 500 ഉന്നക്ക ഒരു ദിവസം ചിലവാകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഉള്ളിലെ ഫില്ലിങ് വരുന്നത്. അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ എല്ലാത്തിനും വരൂല, കുറച്ച് സാധനങ്ങൾക്ക് മാത്രമേ വരുള്ളൂ. അത് ഭാഗ്യം പോലെ ഇരിക്കും അല്ലേ? ഇത് നമ്മളെന്താ പറയുക, പഴം അല്ലേ കാണുന്നത്? പുറമേ കാണുന്നത് പഴം, അതിൻ്റെ ഉള്ളിൽ പഞ്ചസാര, തേങ്ങ, നെയ്യ്, ഇത്രയും സാധനമാണ് നമ്മൾ ഇതിനകത്ത്, ഏലക്കപ്പൊടി, ഇത്രയും സാധനമാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. ഫില്ല് ചെയ്തതിന് ശേഷം നോമ്പ് തുറക്കുമ്പോൾ ഒരു മധുരകടിയാണ് എന്താ പറയുക, ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നതാണ്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉന്നക്ക പൊരിച്ച് റെഡിയാക്കാൻ പോകണം കേട്ടോ. ബിസ്മില്ലാഹിർ. ഇതാണ് നമ്മൾ പൊരിച്ച ഉന്നക്ക.